തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു കർഷകന് തൻ്റെ കൃഷിയിടത്തിൽ നിന്ന് ഒരു പരുന്തിൻ്റെ മുട്ട കിട്ടി. പരുന്തിൻ്റെ മുട്ട കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കർഷകൻ ചിന്തിച്ചു, ഞാൻ ഇനിയിപ്പോൾ ഈ മുട്ട പരുന്തും മുട്ട കൊണ്ട് എന്ത് ചെയ്യും? അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ കോഴി അട വെച്ചിട്ടുണ്ടായിരുന്നു. കോഴി അടയിരിപ്പുണ്ടായിരുന്നു. കോഴിയുടെ മുട്ടകളുടെ കൂടെ വയ്ക്കുകയാണ്. അങ്ങനെ കോഴി മുട്ടകളുടെ ഒപ്പം ഈ പരുന്തും മുട്ടയും വെച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കോഴിമുട്ടകൾക്കൊപ്പം ഈ പരുന്തിൻ്റെ കുഞ്ഞും വിരിഞ്ഞ് പുറത്തു വന്നു. പരുന്തും കുഞ്ഞും കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളുടെ ഒപ്പം നിലത്തൊക്കെ ചെകഞ്ഞ് ചെറിയ പുഴുക്കളെയും ചെറിയ ചെറിയ ധാന്യമണികളൊക്കെ കൊത്തിത്തിന്ന് ഈ പരുന്തും കുഞ്ഞ് ജീവിക്കുകയാണ്. ഒരു കോഴിയെപ്പോലെ, ഒരു കോഴിക്കുഞ്ഞിനെ പോലെ പരുന്തും കുഞ്ഞിങ്ങനെ ജീവിക്കുകയാണ്. ഒരു ദിവസം പരുന്തും കുഞ്ഞ് ഇങ്ങനെ ആകാശത്തിലേക്ക് കണ്ണുയർത്ത് നോക്കിയപ്പോൾ അതോ അങ്ങ് ആകാശത്ത് ഒരു അങ്ങ് ഉയരങ്ങളിൽ ഒരു പരുന്ത് പൊങ്ങി പറക്കുന്നു. ആ പരുന്തും കുഞ്ഞ് ബാക്കി കോഴിക്കുഞ്ഞുങ്ങളോട് പറയുകയാണ്, നോക്കിക്കേ, അങ്ങ് ആകാശത്തോടെ പറക്കുന്ന ആ പക്ഷി എന്ത് രസമായിരിക്കും അല്ലേ അങ്ങ് ആകാശത്തോടെ പറക്കുവാൻ. അപ്പോൾ ബാക്കി കോഴിക്കുഞ്ഞുങ്ങളും കോഴിത്തള്ളയും ബാക്കി കോഴികളും പരുന്തും കുഞ്ഞിനോട് പറഞ്ഞു, അയ്യോ, അതൊന്നും സ്വപ്നം കാണാൻ നമുക്ക് പറ്റത്തില്ല, അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നമുക്ക് ഇങ്ങനെ ഈ കീടങ്ങളെയും ഈ പുഴുക്കളെയും ഈ ധാന്യമണികളെയൊക്കെ തിന്ന് ഈ ചപ്പും ചവറുമൊക്കെ ചെകഞ്ഞ് നമുക്കിവിടെ ജീവിക്കാം. നമ്മൾ വെറും കോഴിക്കുഞ്ഞുങ്ങളാണ്, നമ്മൾ വെറും കോഴികളാണ്. അങ്ങനെ ആ പരുന്തും കുഞ്ഞ് ഒരു കോഴിയായിട്ട് ജീവിച്ച് ചത്തുപോയി. കഥ തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ? വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന, യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന, കൂദാശകളിലൂടെ, മാമോദീസായിലൂടെ, കുമ്പസാരത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ പുതിയ ജീവൻ ലഭിച്ച, ദൈവിക ജീവൻ ലഭിച്ച നമ്മൾ വെറും കോഴിക്കുഞ്ഞുങ്ങളല്ല. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. വിശുദ്ധ യോഹന്നാൻ 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്, നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവമക്കളാണ്. ഇതാണ് നമ്മുടെ വ്യക്തിത്വം, ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. പലപ്പോഴും നമ്മൾ വെറും കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ വെറും മനുഷ്യരായി മാനുഷികമായി ജീവിക്കാറില്ലേ? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ആ പരുന്തും കുഞ്ഞ് ഒരു കോഴിക്കുഞ്ഞായി ജീവിച്ചതെന്ന് ചോദിച്ചാൽ 2 കാരണങ്ങൾ നമുക്ക് പറയാം. 1, അത് സഹവസിച്ചത് കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പമാണ്. 2, അത് വിശ്വസിച്ചത് ബാക്കി ഉള്ളവർ കോഴികൾ പറഞ്ഞ നുണയിലാണ്. നീ വെറും കോഴിക്കുഞ്ഞാണെന്ന് അതിനെ അങ്ങ് വിശ്വസിപ്പിച്ചു. പലപ്പോഴും നമ്മൾ ഇതുപോലെയാണ്. നമ്മൾ വെറും മനുഷ്യരുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ, ആത്മീയമായിട്ട് വളർന്നിട്ടില്ലാത്തവരുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളും വെറും മാനുഷികമായി മാത്രമേ ജീവിക്കുകയുള്ളൂ. നമ്മളും സാത്താൻ്റെ നുണയിൽ വിശ്വസിക്കുകയാണ്. നീ മനുഷ്യനാണ്, നീ ബലഹീനനാണ്, നിനക്ക് ശക്തിയില്ല, നിനക്കൊന്നുമില്ല എന്ന സാത്താൻ്റെ നുണയിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ പാപങ്ങളിൽ, പ്രലോഭനങ്ങളിൽ വീണുപോയി വെറും മനുഷ്യരായി ജീവിക്കും. ആത്മീയരാകുവാനുള്ളവരാണ് നമ്മൾ. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നമ്മൾ ആത്മീയരായി തീരുക എന്നാണ്. ആത്മീയതയിലേക്ക് വളരേണ്ടവരാണ് നമ്മൾ. ഒരു പരുന്തുവിനെ പോലെ പറക്കേണ്ടവരാണ് നമ്മൾ. ഈ ലോകത്തിൻ്റെതായി തീരേണ്ടവരല്ല നമ്മൾ.
ഈശോ നമുക്കായി പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഈശോ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: അവർ ലോകത്തിലാണ്, പക്ഷേ അവർ ലോകത്തിൻ്റേതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലോകത്തിൻ്റേതല്ല, നമ്മൾ ലോകത്തിൻ്റേതായി തീരേണ്ടവരല്ല. ഒരു ഉയരങ്ങളിലേക്ക് പറക്കേണ്ടവരാണ് നമ്മൾ, ആത്മീയതയിലേക്ക് വളരേണ്ടവരാണ് നമ്മൾ, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഈ ഒരു ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം. ഞാൻ വെറും ഒരു കോഴിക്കുഞ്ഞായിട്ടാണോ ജീവിക്കുന്നത്, അതോ ഒരു പരുന്തിനെ പോലെ ആത്മീയതയിലേക്ക് വളരുവാനുള്ള ഒരു താല്പര്യവും ആഗ്രഹവും എന്നിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആത്മീയതയിലേക്ക് വളരുവാൻ, യേശുവിൽ വളരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.